ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ഗിവേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര തന്നെ ഗിവേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു മതി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഗിവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തിട്ടുള്ള ഗിവേ ഒക്കെ എല്ലാവർക്കും ചെന്ന് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ തവണയുള്ള ഗിവേ ചെയ്യുന്ന സമയത്തും എനിക്ക് വരുന്ന കൂടുതൽ കമന്റ്സ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഗിവേ തരുമോ, ചോക്ലേറ്റ് ഗിവേ തരുമോ എന്നാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് പിടിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കണ്ടാലോ. ആദ്യപ്പോ തന്നെ ഏതാണ്ട് ഒരു കുപ്പിയിലാണ് ചോക്ലേറ്റ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പം ഇത് കിട്ടുന്ന ആൾക്കാർ ഇത് പൊളിച്ചിട്ട് ഇതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്, പറ്റത്തില്ല. അപ്പൊ ഇത് എങ്ങനെ എടുക്കുമെന്നല്ലേ. ഇതിന്റെ അടിയിൽ ഇതിന്റെ മുകളിൽ ഒരു കവർ ഉണ്ട്, അത് പൊളിച്ച് കളയാ. അത് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചിട്ട് വേണം ഇതിനകത്ത് നിന്ന് എടുക്കാൻ. അല്ലാതെ ഇത് പൊളിച്ച് നിങ്ങൾ ഇതിന്റെ ഭംഗി കളയരുത് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇത് ഹനുമാന്റെ കഥ പോലെയൊക്കെ ഇരിക്കുമായിരിക്കും, പക്ഷെ അതിനകത്ത് കുറെ ലോലിപോപ്സ് ആണ്. ഞാൻ മുന്നേ ഇതുപോലെ ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാ കഴിക്കാന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുക, ഇതിനകത്ത് ഒരു ടിൻ ഉണ്ടാവും. അത് തുറക്കുന്ന സമയത്ത് അതിനകത്ത് കുറെ കുട്ടി ലോലിപോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, നിങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കണം കേട്ടോ. ഇത് ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള ലോലിപോപ്പ് ആണ് ഇതിനകത്തുള്ളത്. ലിച്ചി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ കുറെ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സിന്റെ ലോലിപോപ്പ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോ ഭയങ്കര ലക്കിയാണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഗോൾഡിനൊക്കെ വില കൂടി നിൽക്കുന്ന സമയത്ത് കുറച്ച് ഗോൾഡ് കോയിൻ ആയാലും ഇത് കാണുമ്പോഴത്തേക്കും ഗോൾഡ് കോയിൻ പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിൽ ഇത് ഗോൾഡ് കോയിൻ അല്ല, ഇത് ചോക്ലേറ്റ് ആണ്. ഇത് ഇത്തിരി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ സമയം എടുത്ത് പതിയെ ഇത് പൊളിച്ചിട്ട് കഴിച്ചാൽ മതി. ആൻഡ് ഇത് നമ്മള് ഒരു റാബിറ്റിന്റെ തലയാണ്. ഈ തല തിരിച്ചിട്ട് വേണം ഇത് പൊളിച്ചിട്ട് കഴിക്കാൻ വേണ്ടി. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേറൊരു യൂസ് കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ കുടുക്കയായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുക ഇത് യൂസ് ചെയ്തതിന് ശേഷം. അപ്പൊ രണ്ട് യൂസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ചോക്ലേറ്റും കഴിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇത് കുടുക്കയായിട്ട് യൂസ് ആക്കാം. ക്യൂട്ട് ആയിട്ടുള്ള ഒരു റാബിറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി ഇഷ്ടമാണ് റാബിറ്റ്, അതുകൊണ്ടാണ് റാബിറ്റ് തന്നെ എടുത്തത്. മാഷ്മെല്ലോ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ വെറുതെ ഞാൻ കഴിക്കാറില്ല. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ മണ്ടയ്ക്ക് ഈ സാധനം ഇട്ട് കഴിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ട് കളറാണ്, വൈറ്റും പിങ്കും ആണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ അധിക സാധനവും ഞാൻ കഴിച്ചിട്ടില്ല, അതാണ് അതിന്റെ ഒരു സത്യം. ഇതൊരു വേഫർ ആണ് കേട്ടോ, ഓറഞ്ച് ഫ്ലേവറിന്റെ. ഇഷ്ടം കണക്കിനുണ്ട്. ഒരു ദിവസം കുത്തി തിന്ന് തീർക്കരുത്, നല്ല ഷുഗർ ആണ്. സോ ഇതും ഇതിന്റെ കൂടെ ഞാൻ ആഡ് ആക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിന്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വോൾ ഫാമിലിക്കുള്ള സാധനമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഈ സാധനം നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ. ഇത് ഒമാൻ ചിപ്സ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ ഇതിനോടൊപ്പം വേറൊരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ഇന്നലെ കഴിച്ചായിരുന്നു. ഇത് കുറച്ച് ഏരിയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ലൈസ് പോലെയൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് തരണമെന്നുള്ളത് ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചതാണ്. ഇപ്രാവശ്യം എനിക്കിത് വാങ്ങിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റി. ഇത് മാക്രോൺസും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല. അപ്പോ അത് ഞാൻ ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. അടുത്ത എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ഹൽവയാണ് കേട്ടോ. എന്റെ ഉപ്പ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഇത് സൗദിയിൽ നിന്ന് കൊടുത്തേക്കുമായിരുന്നേ. ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എന്ത് വാപ്പ എപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, വാപ്പ എനിക്ക് ഹൽവ വേണം, എനിക്ക് ഹൽവ വേണം. ഇത്ര പ്രായമായിട്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് നിങ്ങൾ കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങളും അറിയണം. ഇത് നിങ്ങൾ അഡിക്റ്റ് ആവണം. and ഇതിനു വേണ്ടി നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം, ഇത്ര എനിക്കിത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉപ്പ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നത് ഈ സാധനമാണ് കേട്ടോ, ഈ ബ്രാൻഡാണ്. ബട്ട് ഇത് ചെറുതായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേറെ ബ്രാൻഡിൽ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ സാധനമൊക്കെ സെയിം ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചതാണ്. ഇത് സ്ഥിരമായിട്ട് ഞാൻ വീട്ടിൽ വെക്കാറുണ്ട്. എനിക്ക് ഇടയ്ക്കെങ്കിലൊക്കെ ഇങ്ങനെ മധുരം കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇത് കഴിക്കാറുണ്ട്. കോട്ടൺ ക്യാൻഡി ഒക്കെ കഴിക്കാത്ത ആൾക്കാരൊന്നുമില്ല, പക്ഷെ ഇത് 3 കളറിൽ വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് എനിക്കൊരു വെറൈറ്റി തോന്നി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ. എന്റെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ടിന്നിലൊക്കെ നാട്ടിൽ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ കാണുമല്ലോ, പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചു നോക്കി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത് മൂന്ന് ഫ്ലേവർ ആണ്, ചെറി, ബ്ലൂബെറി ആൻഡ് ബനാന. അത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഫ്ലേവർ എന്താണെന്നുള്ളത്. ഗൾഫ്ലെസ് ആണ് തന്നെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് എന്താണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. പിന്നെ വീട്ടിൽ നിന്നതിന് ശേഷം എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായത്. ഇതൊരു ടൈപ്പ് ജെല്ലിയാണ്. ഇതിനകത്ത് ജെല്ലി ആയിരിക്കുന്നത്. ഇതിന്റെ താഴെ ഒരു പെന്ന് പോലത്തെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ അതും നിങ്ങൾ പൊളിക്കുക, എന്നിട്ട് ഈ ജെല്ലി എടുക്കുക. ഈ പെൻ പോലത്തെ സാധനം അതിനകത്ത് നിന്ന് ഇങ്ങനെ ലിക്വിഡ് വരുമല്ലോ, ആ സാധനം ഈ ജെല്ലിയിലാക്കിയിട്ട് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊരു വെറൈറ്റി കണ്ടിട്ട് മാത്രം ഞാൻ എടുത്തതാണ്. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഞാൻ കഴിച്ചാലും നിങ്ങൾ കഴിച്ചാലും എനിക്ക് ഒന്നാണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഈ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറുതാണ്. അത് മുന്നേ ഒരുപാട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, എന്റെ ഒരു 10 വീഡിയോക്കെങ്കിലും കമന്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം, പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾക്ക് എന്നെ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയും എനിക്കുണ്ട്. എപ്പോഴും പറയുന്നത്, ഇപ്പോഴും പറയുന്ന, അർഹിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്തട്ടെ. അപ്പം ഈ സാധനങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ
ചാനലിന് നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും എന്റെ കൂടെയുള്ള ഒരാൾക്ക് തന്നെ ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്റെ ചാനലിൽ ഞാൻ ഇതുവരെയ്ക്കും കിട്ടിയിട്ടുള്ള ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ അവർ എന്തായാലും കമന്റ് ചെയ്യും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഒത്തിരി ആൾക്കാർക്ക് ഞാൻ ഗിവ് അവേ കൊടുത്തിട്ടുണ്ട്. അതിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ലാസ്റ്റ് നമ്മളൊരു ഗിവ് അവേ കൊടുത്തിട്ടുള്ളത് കിട്ടിയ ആൾക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടിയെന്നിരിക്കാം. റൂൾസ് ഒക്കെ അത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ലോഗിലൂടെ കാണാം. അപ്പോൾ ഗിവ് അവേസ് ഒക്കെ ഇന്നും വരുന്നുണ്ട്. ഒത്തിരി ഗിവ് അവേസ് ഒക്കെ ഉണ്ട്. അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കളയരുത്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. കാരണം കിട്ടിയ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ എന്നെ ഇതുവരെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിലൂടെയാണ് നമ്മുടെ ചാനൽ വളരുന്നതും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ എന്റെ സന്തോഷം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഗിവ് അവേസും അതുപോലെയുള്ള നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിനെസ് ഞാനും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഗിവ് അവേസിലൂടെ ആയിരിക്കും ഞാൻ ഒരു സന്തോഷം നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ടാവാം. നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ ആ കമന്റിലൂടെ എന്നെ അറിയിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതിരിക്കും. അസ്സലാമ.